ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ സിന്ധു രാജ്. ഏറെ നാളുകളായി വിചാരിക്കുന്നു ഒരു ചാനൽ തുടങ്ങണമെന്നും നിങ്ങളുമായിട്ടൊക്കെ സംവാദിക്കണമെന്നും ഒക്കെ. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളായിട്ട് അതങ്ങനെ നീണ്ടു പോയി. ഇനിയിപ്പം ഒട്ടും ആമാന്തിക്കുന്നില്ല. ഇന്ന് അതൊരു തുടക്കമാകട്ടെ എന്ന് വിചാരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മോഡറേറ്ററായിട്ട് വന്ന മാഡം ഞങ്ങളോട് ഒരുപാട് ത്രോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അതിൽ ഒരു ചോദ്യം എന്നെ വല്ലാതെ എൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കി എന്ന് തന്നെ പറയാം. ഹൂ ആം ഐ? അതായിരുന്നു ആ ചോദ്യം. ആരാണ് ഞാൻ? അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ ഇളയ മകൾ, എൻ്റെ സഹോദരങ്ങളുടെ ഇളയ അനുജത്തി, എൻ്റെ ഭർത്താവിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, എൻ്റെ മക്കളുടെ സ്നേഹമയിയായ അമ്മ, ഞാൻ എൻ്റെ സ്ഥാപനത്തിലെ ഒരു എംപ്ലോയിയാണ്, ഈ ലോകത്തിൻ്റെ ഒരു പൗരയാണ്, ഞാൻ ഒരു ഇന്ത്യൻ പൗരയാണ്. ഇതൊക്കെയാണ് ഞാൻ. പക്ഷേ ഇതൊക്കെയാണോ ഞാൻ? യഥാർത്ഥത്തിൽ ഞാൻ ആരാണ്? എൻ്റെ ബാല്യം, അതിലെ പളുങ്കു പോലെയുള്ള കുറേ സ്വപ്നങ്ങൾ, അതിനുശേഷം ഒരു ചക്രവാളത്തോളം ചേർക്കപ്പെട്ട വേറെ കുറേ സ്വപ്നങ്ങൾ, പിന്നീടുള്ള എൻ്റെ ജീവിതം. ഈ ജീവിത വഴിയിൽ, ഈ പാന്താവിൻ്റെ വഴിയിൽ എവിടെയൊക്കെയോ വെച്ച് എനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്തൊക്കെയോ കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്കൊരിക്കലും എത്തിച്ചേരാൻ പറ്റില്ല, അല്ലെങ്കിൽ ആകാൻ പറ്റില്ല എന്ന് വെച്ച് ഞാൻ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയ എൻ്റെ കുറേ സ്വപ്നങ്ങൾ അല്ലേ. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രതിബിംബത്തെ ഞാൻ കണ്ടു. വളരെ തെളിച്ചമാർന്ന ഒരു പ്രതിബിംബം. അതെന്നെ നോക്കി ചിരിക്കുകയാണ്. 1000 സൂര്യൻ്റെ ശോഭയോടുകൂടി പുഞ്ചിരിക്കുന്ന ആ പ്രതിബിംബം 2 കൈകളും നീട്ടി എന്നെ ആലിംഗനം ചെയ്യാനായിട്ട് നിൽക്കുന്നു. നിങ്ങൾക്കുമില്ലേ അങ്ങനെയൊരു പ്രതിബിംബം? നിങ്ങൾക്ക് വേണ്ടേ അങ്ങനെയൊരു പ്രതിബിംബത്തെ? നമ്മൾ ആഗ്രഹിച്ച എന്നെ ആഗ്രഹിച്ച എന്നിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു യാത്രയിലാണ് ഞാൻ. നിങ്ങൾക്കും എൻ്റെ കൂടെ ചേരാം. നമുക്കൊരുമിച്ച് ആ യാത്ര തുടരാം. ആ യാത്രയിൽ വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടി. ഇതായിരുന്നു ഞാൻ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഞാൻ, ഇതൊക്കെയാണ് എന്ന് എനിക്ക് ഈ ലോകത്തിനോടൊന്ന് പറയാൻ, അല്ലെങ്കിൽ നാളെ ഈ ലോകം എന്നെ ഓർക്കാൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് ബാക്കി വയ്ക്കണ്ടേ. അപ്പോൾ ഇന്ന് അതിനൊരു തുടക്കമാകട്ടെ. എല്ലാവർക്കും ശുഭദിനം. Thank you.